ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നതാണ്. നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളവരാവട്ടെ, സിംഗിൾ ആവട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും മനസ്സിനുള്ളിൽ കൊണ്ടു നടക്കുന്നവരാവട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ജനറൽ ലവ് മെസ്സേജുകൾ ഇതിലുണ്ടായിരിക്കും. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്കൊന്ന് മനസ്സ് ശാന്തമാക്കാം. കണ്ണുകളടച്ച് ആഴത്തിലൊന്ന് ശ്വാസമെടുത്ത് പുറത്തോട്ട് വിടുക. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ടെൻഷനുകളും പുറത്തോട്ട് വിടുക. പോസിറ്റീവായ ഊർജം മാത്രം നിങ്ങൾ സ്വീകരിക്കുക. വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യുക. ഇനി ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ 3 ചിത്രങ്ങളിൽ ഇതിലേത് ചിത്രമാണ് അല്ലെങ്കിൽ ഏത് എനർജിയാണ് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ആകർഷിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഞാനിവിടെ കുറച്ച് സമയം തരാം. അതിനുള്ളിൽ നിങ്ങളെ മനസ്സിനെ കൂടുതൽ ആകർഷകമാക്കുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഓക്കെ, തിരഞ്ഞെടുത്തോ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏതാണോ തിരഞ്ഞെടുത്തത് അത് ടൈം സ്റ്റാമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാപ്റ്റേഴ്സ് വഴി നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കാം. ഇവിടെ 1ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹീലിംഗ് ഫേസിലൂടെയാണ് കടന്നു പോകുന്നത്. മുൻപുണ്ടായ ചില അനുഭവങ്ങൾ നിങ്ങളെ കുറച്ചധികം വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ആരോടും ഒന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാവാം. എന്നാൽ നല്ലൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾ ആ പഴയ സങ്കടങ്ങളിൽ നിന്ന് പതിയെ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഇനി അടുത്തതായി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അടുത്ത ഏതാനും ആഴ്ചകളിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വലിയൊരു ഇമോഷണൽ റീകണക്ഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ പങ്കാളി തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കാനും നിങ്ങളോട് കൂടുതൽ ഹൃദയബന്ധത്തോടെ സംസാരിക്കാനും തുടങ്ങാൻ സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന അകലം ഇല്ലാതാവും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് 2 പേർക്കും ഉണ്ടാവും. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഇവർ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ പരിചയപ്പെടാൻ സാധ്യതയുണ്ട്. ഇവർ നിങ്ങളുടെ ഹൃദയത്തിലെ പരിക്കുകൾ മനസ്സിലാക്കി നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കും. ഇപ്പോൾ ഇതിനായി ഞാനൊരു 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് 2 ഓഫ് കപ്സും ദ സ്റ്റാർ എന്ന കാർഡുമാണ്. അതായത് പ്രതീക്ഷ കൈവിടാതിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു സന്തുലിതമായ സ്നേഹം നിങ്ങളെ തേടിയെത്താനാണ് സാധ്യത. നിങ്ങളുടെ ഹൃദയം അടച്ചു വെക്കരുത്. പഴയ സങ്കടങ്ങൾ ഓർത്ത് പുതിയ ആളുകളെയോ അനുഭവങ്ങളെയോ അകറ്റി നിർത്താനും പാടില്ല. 2ാമത്തെ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പോസിറ്റീവായ എന്നാൽ കുറച്ച് കാത്തിരിപ്പിലുള്ള ഒരു എനർജിയിലാണ്. എൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ശരിയായ ഒരാൾ വരിക, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴാണ് തീരുക എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു പ്രകാശമുണ്ട്, പക്ഷേ ചിലപ്പോൾ സന്ദേഹങ്ങൾ നിങ്ങളെ അലട്ടാറുണ്ട്. അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആൻ എക്സ്പ്ലോഷണൽ ഓഫ് ജോയ് ആൻഡ് ക്ലാരിറ്റി ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. റിലേഷൻഷിപ്പിലുള്ളവർക്ക് നിങ്ങളുടെ ബന്ധം അടുത്ത തലത്തിലേക്ക് പോവാൻ തുടങ്ങുകയാണ്. അത് വിവാഹ കാര്യങ്ങൾ സംസാരിക്കുന്നതാവാം, അല്ലെങ്കിൽ 2 പേരും ഒന്നിച്ച് യാത്രകൾ പ്ലാൻ ചെയ്യുന്നതാവാം. നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കും. നിങ്ങൾ ഏറെ കാലമായി കേൾക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം അല്ലെങ്കിൽ പ്രപ്പോസൽ ഉടനുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ വളരെ അട്രാക്റ്റീവായ, കൂടുതൽ എനർജറ്റിക്കായ, ഒരു ബോൾഡായ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആകൃഷ്ടനാകും. അവർ വളരെ വ്യക്തമായി തങ്ങളുടെ ഇഷ്ടം തുറന്നു പറയും നിങ്ങളോട്. മറച്ചു വെക്കലുകളൊന്നും അവിടെ ഉണ്ടാവില്ല. ഇവിടെ ഞാനൊരു 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദ സണ്ണും ഏസ് ഓഫ് വാൺസുമാണ്. ഇത് സൂചിപ്പിക്കുന്നത് പുതിയൊരു തുടക്കവും സഫലീകരണവുമാണ്. കഴിഞ്ഞു പോയ ഇരുണ്ട നാളുകൾ മാറി ഇനി നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വെളിച്ചം നിറയുമെന്നാണ് ഈ കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്ന ആൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. സന്ദേഹങ്ങൾ മാറ്റിവെച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഇനി 3ാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ എപ്പോഴും സൂചിപ്പിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ മാറ്റങ്ങളെയാണ്. നിങ്ങളിപ്പോൾ ലൈഫിൽ വലിയൊരു മാറ്റത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്.
ചിലപ്പോൾ ചില കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാത്തതിൽ നിങ്ങൾക്ക് നിരാശ തോന്നിയിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ദൈവത്തോടോ പ്രപഞ്ചത്തോടോ ചോദിക്കുന്നുണ്ടാവാം. ഇനി അടുത്തതായി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, പ്രപഞ്ചം നിങ്ങളെ കൂടുതൽ നല്ലൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. നോ കമ്മ്യൂണിക്കേഷൻ ഉള്ളവർക്ക് നിങ്ങൾ ഏറെ കാലമായി ഒരു മെസ്സേജിനോ കോളിനോ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഒരു അപ്രതീക്ഷിത കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യത കാണുന്നുണ്ട്. അവർ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയും. ഇനിയിപ്പോൾ നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് സ്വയം മോചിതരാകാനും സ്വന്തം സമാധാനത്തിന് മുൻഗണന നൽകാനും നിങ്ങൾക്ക് ധൈര്യം ലഭിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ ചിന്താഗതികളെയും ജീവിതത്തെയും മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഞാനൊരു 2 കാർഡ്സ് എടുത്തിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണും പിന്നെ പേജ് ഓഫ് സോർഡ്സും ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തേക്ക് തിരിയുകയാണ്. ആശയക്കുഴപ്പങ്ങൾ മാറി കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, മാറ്റങ്ങളെ പേടിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും അകന്നു പോകുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 100 മടങ്ങ് നല്ലത് നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ലവ് റീഡിംഗ്. നിങ്ങൾ ഏത് പൈലാണ് തിരഞ്ഞെടുത്തത്? ഈ മെസ്സേജുകൾ നിങ്ങളുമായി എത്രത്തോളം റെസനേറ്റ് ആയി എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റീഡിങ്ങുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ പോസിറ്റീവായിരിക്കുക. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനു മുൻപും ഞാൻ ഒരുപാട് ടാരോ റീഡിംഗ് വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പോയി കാണുക. ഈ ചാനലിലെ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഞാനൊരു കുറച്ച് ടാരോ റീഡിങ്ങുകളും ഇതൊക്കെ പ്ലേ ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവരാണെങ്കിൽ പോയി കാണുക.